ഗായ്സ്, അപ്പോൾ കിങ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു ഗെയിം പ്ലേ വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാരിയൊരു സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുള്ള വെച്ചാൽ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയുടെ മറ്റൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഗെയിം പ്ലേ വീഡിയോൻ്റെ അകത്ത് ഞാൻ വോയിസ് ഓവർ കൊടുത്താണ് ഞാൻ ചെയ്യുന്നത്. കാരണം കുറച്ച് അലപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ കുറേ ദൂരെ ഇരുന്നാണ് ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്യുന്നത്. ഇത് ചെറിയൊരു കഷ്ടം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ നമ്മുടെ പോലീസുകാരനെ നമ്മൾ സഹായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാണ് നമ്മൾ അതിൻ്റെ വണ്ടി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇപ്പോൾ ശരിയാക്കി. ഇപ്പോൾ നമുക്ക് നേരെ തന്നെ പോവാം. ഗ്ലാസ് ഒരെണ്ണം വേറെ കിട്ടിയിട്ടില്ല. ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നീ കൊണ്ടുവന്നാൽ മതി, ബാക്കിയില്ല ഞാൻ നോക്കിയോളാം എന്നാണ്. ഓക്കെ, ചരിച്ച് കൊണ്ടുപോയിട്ട് കൊണ്ടുപോവാം. ഓക്കെ, ഓക്കെ ഗൈസ്, ഇവിടെ എൻ്റെ ഡിഫൻഡർ ഉണ്ടായിരുന്നല്ലോ ഗൈസ്. ആരെങ്കിലും വന്ന് എടുത്താണ് ഗൈസ്. അല്ല, ആരെങ്കിലും അല്ല, എൻ്റെ കൂട്ടുകാരനാണ് വന്ന് എടുത്താണ്. സാറ് കണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. സാറേ വണ്ടി ഉണ്ടെന്ന്. ഓടാ, നീ മല്ലിപ്പണി എന്താന്ന് ചെയ്തത്? നിനക്ക് വേണ്ടി ഞാൻ ആ കേസുകളെല്ലാം നാളെ തന്നെ ഞാൻ ഊരി തരും. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. നീ എന്താടാ പറഞ്ഞത്? അല്ല സാറേ, ചെറിയൊരു കിച്ച്. നീ ഗവൺമെന്റിന്റെ TV എടുത്തു തൽക്കാലത്തേക്ക്. 2 ആ ചേട്ടാ, താങ്ക്സ്. ഓടാ. ചേട്ടാ ബൈ ബൈ. ഓക്കെ സാർ, ബൈ ബൈ. ഓ ഓക്കെ, സേഫ്റ്റിന് നല്ല സ്പീഡാണല്ലോ. പറക്കുന്നുണ്ട് ഗൈസ്. ആരും നമ്മളെ തള്ളിയിട്ട് ഗൈസ്. നമ്മുടെ വണ്ടിക്ക് കൺട്രോൾ അത്രയും കിട്ടുന്നില്ല. ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ക്യാരക്ടറിനെ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. നമ്മൾ ഇത് സീനാവും ഗൈസ്. നമ്മളെ കൺട്രോൾ ഇപ്പോൾ നമ്മളെ ക്യാരക്ടർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഈ വണ്ടി നമ്മളെ കൺട്രോളിൽ നിൽക്കുന്നില്ല ഗൈസ്. ഈ വണ്ടി പറന്നു പോവാണ്. മോനെ ഗൈസ്, നമുക്ക് ഇത്തിരി പൂരം കൂടെ ഹെൽത്ത് പോയിന്റ് ഉള്ളൂ ഗൈസ്. നമ്മൾ ഹാക്ക് ചെയ്യണ ഗൈസ്. ആരോ നമ്മളവരെ ഹാക്ക് ചെയ്യുന്നു, മനുഷ്യന്മാരെ ഹാക്ക് ചെയ്യാൻ കേട്ട്. ഇതാരാണ്? ഞാനാണ് ബോസ്. ഓക്കെ, നമുക്ക് വീട്ടിൽ എത്തിയിട്ട് കാണാം. എന്താ ഇത്? ഞാനിതെവിടെ ഗൈസ്? നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ആരും നമ്മളെ ഡിഫൻഡറില്ലേ, ഈ വണ്ടിക്ക് ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഇവിടെ നിന്നും ഇറങ്ങി ഓടിക്കോ. പക്ഷേ നീ ഒരൊറ്റ സാധനം മാത്രം നമുക്ക് തരണം, ഈ വണ്ടി ഇനി നിൻ്റെ സ്വന്തമല്ല. കേസ് നമുക്ക് ഏത് ഫോട്ടോ എടുത്ത് എൻ്റെ കൂട്ടുകാരനെ അയച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ അവനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവനിത് കൈയക്ഷരമൊക്കെ കണ്ടുപിടിച്ച് തരും. അവൻ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് തരുന്നവനാണ്. ഏത് ബുള്ളറ്റാണ് ഈ വണ്ടിക്കകത്ത് ഉപയോഗിച്ച്, അതായത് ഏത് ബുള്ളറ്റ്, ഏത് ആമോയാണ് ഏത് ഗണ്ണിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വരെ അവനിക്കറിയാം. അപ്പോൾ എനിക്ക് ഇത്ര മതി ഗൈസ്. ഓക്കെ, നമുക്ക് പോവല്ലേ? എങ്ങനെ പോവും ഗൈസ്? അതാണ് വേറൊരു കാര്യം. നമുക്ക് നമ്മളെ 999 എന്നടിച്ച് നോക്കാം.
ഗൈസ് നമ്മളെ ബുള്ളറ്റ് നമ്മളെ വണ്ടികളൊക്കെ അവിടെ കാണുമെന്ന് പോയി നോക്കണം. ഗൈസ് ഞാൻ നേരത്തെ ഇവിടെ ആ ഷോറൂമിനകത്ത് കുറേ വണ്ടികൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. ആ വണ്ടികളൊന്നും ഇപ്പോൾ കാണില്ലേ ഗൈസ്. ഞാൻ കുറേ ഹുറാക്കൻ ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പല കളറിലുള്ള ലംബോർഗിനി ഹുറാക്കൻ ഞാൻ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗൈസ് അതിപ്പോൾ എങ്ങോട്ട് പോയെന്നാണ് എനിക്ക് അറിയാത്തത്. ഓക്കെ, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കണ്ടുപിടിക്കാം. ഗൈസ് നമ്മളെ വീട്ടിൽ ഒരു വണ്ടി പോലും ഇല്ല ഗൈസ്. ഇത് ആരും ചെയ്ത ചതിയാണ് ഗൈസ്. നമ്മളെ വീട്ടിൽ ഒരു വണ്ടി പോലും ഇല്ല ഗൈസ്. ലംബോർഗിനി ഹുറാക്കൻ പോലും ഇല്ല ഗൈസ്. സാറ് ഗൈസ് നമ്മൾ ബോസ് തന്നെ വാ പോലീസുകാരിൽ വിളിക്കണം. എടാ വണ്ടി പെട്രോൾ പമ്പ് റെയിൽവേ സ്റ്റേഷൻ. പുള്ളിക്കാരൻ എന്തിനാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല. പെട്രോൾ പമ്പ്, റെയിൽവേ സ്റ്റേഷൻ, കൊട്ടാരം എന്തെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ പുള്ളിക്കാരൻ ഞാൻ കൊന്നോ ഗൈസ്? എൻ്റെ പൊന്നേ ഗൈസ്, നമുക്കിത് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഗൈസ്. ഇത്രേ അറിയാവുള്ളൂ. നമ്മളെ കാർ ഈസ് മിസ്സിങ് ആണ്. മൈ കാർ ഈസ് മിസ്സിങ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിരിക്കില്ല മച്ചാമായിരിക്കും. ഗുഡ് ബൈ.